സ്വഹാബത്തിനോട് അവരുടെ അത്തായം കഴിഞ്ഞാൽ എത്ര സമയമുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ മറുപടി നൽകിയത് 50 ആയത്തോതാനുള്ള സമയമെന്നാണ്. ആ ചോദ്യം നമ്മുടെ വീട്ടിലാണെങ്കിലോ, നിങ്ങൾ അത്തായം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന്റെ ഇടയിൽ ബാങ്കിന്റെ ഇടയിൽ എത്ര സമയം ഉണ്ടാകും? ഇന്ന് വരുന്ന മറുപടി ഒരു 15 മിനിറ്റ് വാട്സപ്പിൽ തോണ്ടാനുള്ള സമയം ഉണ്ടാകും, സോഫയിൽ കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നുറങ്ങാനുള്ള സമയം ഉണ്ടാകും, ഒരു തരിക്കഞ്ഞി കൂടെ ഒരു കട്ടൻ ചായ കൂടെ കുടിക്കാനുള്ള സമയം ഉണ്ടാകും. നമ്മൾ ആ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്ന, അള്ളാഹു ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്തും മൊബൈലിൽ സമയം തള്ളി നീക്കുന്ന ഒരു സാഹചര്യം റമദാനിൽ നമുക്കുണ്ടാകരുത്. ഈ റമദാനിൽ കഴിയുമെങ്കിൽ നമ്മളൊരു ക്രമീകരണം വരുത്തണം. സുബഹി നിസ്കരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടേ ഞാൻ എന്റെ മൊബൈൽ തുറക്കൂ. ലോകത്ത് ഒരു അത്ഭുതവും അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല, ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടേ നമ്മൾ വാട്സപ്പ് തുറക്കൂ, നമ്മൾ മൊബൈൽ എടുക്കൂ എന്ന് തീരുമാനിച്ചാൽ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എത്രയോ ഹൈറുകൾ നമുക്ക് നേടാം, എത്രയോ പുണ്യമാക്കപ്പെട്ട സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇന്ന് പലപ്പോഴും അത്താഴം കഴിഞ്ഞ് നേരെ മൊബൈൽ, നിസ്കാരം കഴിഞ്ഞ് നേരെ മൊബൈൽ, ദിക്റിന്റെയും പ്രാർത്ഥനയുടെയും സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുന്നു. പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ എന്ത് മൊബൈലിന്റെ ആവശ്യം നമുക്കുള്ളത്? അപ്പൊ റമദാനുകൾ നമ്മൾ അങ്ങനെ ക്രമീകരിക്കുക. മൊബൈൽ എടുത്തു വെച്ച് പള്ളിയിലേക്ക് വന്ന് നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകൾ നിർവഹിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ മൊബൈൽ ഉപയോഗിക്കൂ എന്ന് തീരുമാനിക്കാൻ, അങ്ങനെ ഒരു ക്രമീകരണം, അങ്ങനെ ചില പരിശീലനങ്ങൾ ഈ റമദാനിൽ നമ്മൾ കൊണ്ടുവരിക.